വയനാട് ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാട് ഇന്നലെ പുറത്തു വന്നു. ഇതിനെതിരെ BJP ഇതര രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളുമെല്ലാം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ശരിയാണ്, കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് വയനാടിന് വേണ്ടി പ്രത്യേക സാമ്പത്തിക പാക്കേജും ഉണ്ടാകുകയില്ല. എന്നാൽ ഇതിനർത്ഥം കേരളത്തിന് ദുരന്തങ്ങൾ നേരിടുവാൻ കേന്ദ്ര സർക്കാർ ഒന്നും നൽകുന്നില്ല എന്നതല്ല. നിയമങ്ങൾ അനുസരിച്ച് ഓരോ വർഷവും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രം ഒരു തുക നൽകി സഹായിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നോക്കിയാൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം നൽകേണ്ടത് 291.2 കോടി രൂപയാണ്. ഈ മുഴുവൻ തുകയും വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം കേന്ദ്രം സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് വയനാട് ദുരന്തമുണ്ടായതിന്റെ തൊട്ടു പിറ്റേന്ന് ജൂലൈ 31-ാം തീയതി ഒന്നാം ഘടുവായ 145.6 കോടി രൂപ കേന്ദ്രം സംസ്ഥാനത്തിന് കൈമാറി. പിന്നീട് 2024 ഒക്ടോബർ 1-ാം തീയതി രണ്ടാം ഘടുവായി 145.6 കോടി രൂപയും ചേർത്ത് മൊത്തം 291.2 കോടി രൂപയും കേന്ദ്രം സംസ്ഥാനത്തിന് കൈമാറിക്കഴിഞ്ഞു. ഇതുകൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ 2024 മാർച്ച് 31 കണക്കുകൾ അനുസരിച്ച് 394.99 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. ഈ വർഷത്തെ സംസ്ഥാനത്തിന്റെ വിഹിതം 96.8 കോടി രൂപയാണ്. അങ്ങനെ ഈ തുകകളെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഏകദേശം 782.99 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നീക്കിയിരിപ്പുണ്ട്. ഈ തുക പൂർണ്ണമായും വയനാട് പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ്. ഈ 782.99 കോടി രൂപ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ പക്കൽ വയനാട്ടിലെ ജനതയെ പുനരധിവസിപ്പിക്കാനായി ഉള്ളത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എല്ലാ സംസ്ഥാനത്തും എന്നതുപോലെ കേരളത്തിലും മുഖ്യമന്ത്രിക്ക് ഒരു ദുരിതാശ്വാസ നിധിയുണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്. ഈ ഫണ്ടിലേക്കാണ് പൊതുജനങ്ങളും കമ്പനികളുമെല്ലാം ഒരു ദുരന്തം നേരിടുവാൻ വേണ്ടി കൈത്താങ്ങാകുവാൻ തങ്ങളുടെ സംഭാവനകൾ നൽകുന്നത്. വയനാട്ടിലെ ദുരന്തത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ നിധിയിലേക്ക് ഒഴുകിയെത്തിയത് 650 കോടി രൂപയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 782.99 കോടി രൂപയുടെ കൂടെ ഈ 650 കോടി രൂപയും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഏകദേശം 1432.99 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ വയനാട്ടിലെ ജനതയ്ക്ക് പുനരധിവാസം ഒരുക്കുവാനായി നീക്കിയിരിപ്പുണ്ട്. ഇവിടെയാണ് നാം ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. വയനാട് ദുരന്തമുണ്ടായത് ജൂലൈ 30-ാം തീയതിയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നവംബർ 15-ാം തീയതിയാണ്. അതായത് 3.5 മാസം ദുരന്തത്തിന് ശേഷം നാം പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ വയനാട്ടിലെ ജനത ഇപ്പോഴും പുനരധിവാസ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത വീടുകളിലോ ബന്ധുമിത്രാദികളുടെ വീടുകളിലോ. ഇതിലും കഷ്ടമായ മറ്റൊരു വാർത്തയുണ്ട്. ഒരു ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട, ഉറ്റവരെ നഷ്ടപ്പെട്ട, ഉടയവരെ നഷ്ടപ്പെട്ട, ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട ജനതയ്ക്ക് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത കിറ്റിലുണ്ടായിരുന്നത് പുഴുവരിച്ച അരിയാണ് എന്ന വാർത്ത. അങ്ങനെ പുഴുവരിച്ച അരി ഒരു ദുരന്ത ജനതയെ തീറ്റിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ 1432.99 കോടി രൂപ ആ ജനതയ്ക്ക് പുനരധിവാസം ഒരുക്കുവാൻ നീക്കിയിരിപ്പുണ്ട്. മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ പരിശോധിക്കുവാൻ പൊതുജനങ്ങൾക്ക് അധികാരമുണ്ട്. അത് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ വെബ്സൈറ്റിൽ നിന്നാണ് 650 കോടി രൂപ മുഖ്യമന്ത്രിയുടെ പുനരധിവാസ ഫണ്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അവിടെ തന്നെ അതിന്റെ ചെലവുകളും കാണിച്ചിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ഇതുവരെ വയനാട്ടിലെ പുനരധിവാസത്തിനായി ചെലവഴിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഒരു രീതിയിലും BJPയെ ന്യായീകരിക്കുവാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോയല്ല. കേന്ദ്ര സർക്കാർ വയനാട് പുനരധിവാസത്തിന് അർഹമായ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന് തന്നെയാവണം കേരളത്തിന്റെ ആവശ്യം. കാരണം BJPക്ക് ഒരിക്കലുമില്ലാത്ത രീതിയിൽ ആദ്യത്തെ ജനപ്രതിനിധിയെ ലോക്സഭയിലേക്ക് കേരളം നൽകി കഴിഞ്ഞു. നമുക്ക് കേന്ദ്രമന്ത്രിസഭയിൽ 2 മന്ത്രിമാർ നമ്മളെ പ്രതിനിധീകരിച്ച് മലയാളികളായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല വയനാട് പുനരധിവാസത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നാം ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. 1432.99 കോടി രൂപ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ് പിണറായി വിജയൻ
വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നതും വയനാട്ടിലെ പുനരധിവാസം വൈകിപ്പിക്കുന്നതും. ഈ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.